ഇപ്പോൾ പരിശുദ്ധാത്മാവ് ലഭിക്കാൻ നമ്മൾ പല തരത്തിലുള്ള പരിശുദ്ധാത്മാ അഭിഷേക ധ്യാനം, പലതരത്തിലുള്ള അഭിഷേക ധ്യാനങ്ങളുണ്ട്. പക്ഷേ ബേസിക്കായിട്ട് പരിശുദ്ധാത്മാവിനെ ലഭിച്ചത് ആർക്കാണ്? അമ്മയ്ക്കാണ്. അമ്മയ്ക്ക് എപ്പോഴാണ് പരിശുദ്ധാത്മാവ് ലഭിച്ചത്? ബിഹോൾഡ് ഹാൻഡ് മെയ്ഡ് ഓഫ് ദി ലോർഡ്. അങ്ങ് പറഞ്ഞതുപോലെ, അങ്ങയുടെ വചനം പോലെ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന് ജീവിതം കൊണ്ട് നമ്മൾ സാക്ഷ്യം വഹിക്കുമ്പോൾ ഇവിടെ റിസീവ് ഹോളി സ്പിരിറ്റ്, നമ്മൾ ആത്മാവിനെ നേടുന്നു. ആത്മാവിനെ നേടാനുള്ള എളുപ്പ വഴിയും അമ്മ തന്നെയാണ്. ആൻഡ് മേരി ഇസ് എ ഷോർട്ട് ഹാർട്ട് ഫോർ ദി അനോയിൻമെൻറ്റ് ഹോളി സ്പിരിറ്റ്. അമ്മ ഒരു കുറുക്ക് വഴിയാണ് ആത്മാവിനെ അഭിഷേകം സ്വീകരിക്കാൻ. എങ്ങനെയാണ് എൻ്റെ വചനം കേട്ടിട്ട് കണ്ട ഭർത്താവിൻ്റെ അതിദാരുണമായ മരണത്തെക്കുറിച്ച് പോലും ദൈവം പറഞ്ഞത് എന്താണ്? എങ്ങനെ സംഭവിക്കാം മനുഷ്യൻ ഈ ഭൂമിയിൽ ഏത് രീതിയിലും അവസാനം, ഈശോയുടെ അവസാനം എന്താണെന്ന് നമുക്കറിയാമല്ലോ. അപ്പം അതൊന്നുമല്ല വിഷയം. അതിനേക്കാൾ വലിയ വിഷയമാണ് ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നീ പാലിച്ചോ ഇല്ലയോ. Behold the handmaid of the Lord, be to done to me according to thy word. നിൻ്റെ വചനം പോലെയാണോ ഞാൻ ജീവിച്ചെങ്കിൽ നിനക്ക് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അത്യുന്നതൻ്റെ ശക്തി നിന്നെ പ്രവർത്തിക്കും. അത്യുന്നതൻ്റെ ശക്തി പ്രവർത്തിച്ച വ്യക്തികളെ എൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കില്ലെന്ന് നമ്മൾ വായിച്ചില്ലേ ഐശയ്യായുടെ വചനങ്ങളിൽ? 53:12 നമ്മൾ വായിച്ചില്ലേ? എൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല. സങ്കീർത്തനങ്ങളിലുണ്ട് ആ രീതിയിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിത്യതയാണ് പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ ദ ഫ്രൂട്ട് ഓഫ് ദി ഹോളി സ്പിരിറ്റ് ഈസ് അൾട്ടിമേറ്റ്ലി ദ ഹെവൻ. പരിശുദ്ധാത്മാവിൻ്റെ ഫലം എന്ന് പറയുമ്പോഴേ നമ്മൾ സ്നേഹക്ഷമ, ദയ, നന്മ, വിശ്വസ്ത, ആനന്ദം എന്ന് പറഞ്ഞാൽ ഈ ആനന്ദം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? നിത്യാനന്ദമാണ്. ആനന്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തോഷം എന്ന് പറഞ്ഞാൽ അടിച്ചുപൊളിയാണ്. ക്രിസ്മസിന് കുറേ ആൾക്കാരെ അടിച്ചു പൊളിച്ചില്ലേ? അതാണ്. അത് പെട്ടെന്ന് കെട്ടുപോവുകയും ചെയ്യും. ആനന്ദം എന്ന് പറഞ്ഞാൽ എന്താ? അവൻ ആത്മാവിൽ ആനന്ദിച്ചു. ആത്മാവിനോട് ബന്ധപ്പെട്ട കാര്യമാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ്. അത് നിത്യ വരെ നമ്മൾ എത്തിക്കുന്ന നിത്യതയുടെ അച്ചാരം മാത്രമല്ല, അതിൻ്റെ ഓഹരിയാണ്. നിത്യതയുടെ ഓഹരിയാണ് പരിശുദ്ധാത്മാവ്. അതിനെ നിലനിർത്താനും വളർത്താനുമുള്ള നിലപാടെന്ന് പറയണത് ദൈവത്തിൻ്റെ വചനത്തിൽ അമ്മയെപ്പോലെ ദാസ്യത്വത്തിനായി സമർപ്പിക്കുകയും ജീവിതത്തിൽ കടമ ദൈവത്തിൻ്റെ അനുസ്മരിച്ചു കൊണ്ടുള്ള കടമ സഹജീവികളോട് നിറവേറ്റുകയും ചെയ്യുമ്പോഴാണ് പരിശുദ്ധാത്മാവിൽ നമ്മൾ പൂർണ്ണമായും നിറയണത്. ശ്രുതികടെ ഹല്ലേലൂയ. കർത്താവിന്റെ വചനത്തിന് കീഴ്പ്പെടുവാൻ, പരിശുദ്ധാത്മാവിനെ നേടുവാൻ, ഞങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച് ദൈവത്തെ മനസ്സിലാക്കി ശിരസ് നമിക്കുവാനുള്ള കൃപയുണ്ടാകണം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയമുള്ളവരെ, രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷിയുടെ ഒരധ്യായം പറഞ്ഞത്, അദ്ദേഹം ഇപ്പോഴ് നടുവേദനയായിട്ട് വർഷങ്ങളോളം കിടപ്പിലായിരുന്നു. ജോലി ചെയ്യാൻ പറ്റാത്തൊരു മനുഷ്യൻ ഇപ്പോൾ 25 മീറ്റർ നീളവും വീതിയുമുള്ള നല്ല ആഴമുള്ള ഒരു വലിയ കുളം ഒറ്റക്ക് ഇടുക്കിയിൽ കുഴിച്ചെന്നാണ് പറഞ്ഞത്. എന്താ അദ്ദേഹത്തിന് സംഭവിച്ചത്? നടുവ് വെട്ടിക്കിടന്ന മനുഷ്യൻ, നടുവിൻ്റെ ലഭിച്ച മനുഷ്യന് ആരാധനയുടെ സമയത്ത് കർത്താവ് സ്പർശിച്ചു. അത് ഞാൻ തറയിൽ ആ സമയത്ത് ഈശോ വെളിപ്പെടുത്തിയത് പറഞ്ഞു. അങ്ങനെയാണ് ആ സെക്കൻഡിന് കറണ്ട് അടിക്കുന്ന പോലെ കർത്താവ് അയാളെ തൊട്ടു. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം നിങ്ങൾ കണ്ടതാണ്. കൃപാസനത്തിലെ ഇപ്പോഴത്തെ സാക്ഷ്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ഈ കാലത്ത് ദൈവം നൽകിയ ഒരു വരദാനം പോലെയാണ്. നമുക്ക് പ്രതീക്ഷിക്കാനും പ്രത്യാശിക്കാനും ജീവിക്കാനും ഒത്തിരി സാധ്യതകൾ നൽകിക്കൊണ്ടാണ് ഉടമ്പടി ഓരോ ദിവസവും പുരോഗമിക്കുന്നത്. പക്ഷേ കുറഞ്ഞതും അതുപോലെ തന്നെ കൗൺസിലിങ്ങും അതുപോലെ തന്നെ. പക്ഷേ നിങ്ങൾക്ക് അറിയാം,
കൃപാസനം എന്ന് പറയുന്നത് ഒരു അത്തറ ഒതുങ്ങുന്ന ശക്തിയല്ല. ഈ അത്താറയിലെ ശക്തിയാണ് കോണ്ടിനെൻ്റുകളിലേക്കും ഭൂഖണ്ഡങ്ങളിലേക്കും പോയിട്ട് വിദൂര സംവേദന സൗഖ്യം നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വിഷമം അനുഭവിക്കുന്ന സമയത്ത് ആരാധന പങ്കെടുത്തിരിക്കണം. ആരാധന അങ്ങ് കൂടണം, കൂടിയിട്ട് ഷെയർ ചെയ്യണം. ശരിക്കും ആൾക്കാർക്ക് സന്തോഷത്തോടെ ഷെയർ ചെയ്യണം. സക്രിയായും അമ്മയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കാരണം സൗമ്യത, സ്നേഹത്തോടെ, വിശ്വാസത്തോടെയാണ് അമ്മ പറയണത്. പക്ഷെ സക്കറിയ അങ്ങനെയല്ല, പൗരോഹിത്യ ഗർവോട് കൂടിയ പറയുക. കുറച്ച് റീസണും ബുദ്ധിയും ഒക്കെ കയറിപ്പോയി സക്കറിയയ്ക്ക്. പക്ഷെ മാലാഖ കുറച്ച് ചുട്ട മറുപടി കൊടുത്തു. എന്താ പറഞ്ഞത്? ആ പുരോഹിതൻ അൾത്താര എന്നിട്ട് ഒരാൾക്ക് അറിയാൻ പോലെ അയാൾ ഇവിടെ നിൽക്കണമെന്ന്. പക്ഷെ മാലാഖ പറഞ്ഞു, ഞാൻ ദൈവദുരസ്ഥാനത്തിലെ ഗബ്രിയേലാണെന്ന്. വ്യത്യാസം, ഈ വ്യത്യാസം ലോകത്തിൻ്റെ അവസാനം വരെ തുടരും. ദൈവവചനത്തോട് അഡിഹറൻസ്, ദാസിയെപ്പോലെ ദാസനെപ്പോലെ അഡിഹറൻസ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയാണ് അവർക്ക് ആവേശം. നമ്മുടെ ആധ്യാത്മികതയിലെ ആവേശം അമ്മയാണ്. ഈശോയെ അനുഗമിച്ച ആദ്യത്തെ ആൾ, ഈശോയെ നൽകിയ ആൾ, ഈശോയെ ലോകത്തിന് കൊടുത്തയാൾ, അതാണ് ഉടമ്പടി. അതുകൊണ്ട് ഉടമ്പടിയെ നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് കയറുക. ഇപ്പോഴച്ഛൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്, ലോകാന്തരങ്ങളുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്നെ ഒരു ആളായിട്ട് പോലും നിങ്ങൾ കരുതേണ്ട കാര്യമില്ല. കർത്താവിന് വേണ്ടി ഒരു നാക്ക് ഉപയോഗിക്കണം, അത്രയേ ഉള്ളൂ. അല്ല, അച്ഛൻ പ്രാർത്ഥിച്ചു, എനിക്ക് സൗഖ്യം കിട്ടി, ഞാൻ അങ്ങനെ ഒന്നും സാക്ഷ്യം പറയേണ്ട പോലും കാര്യമില്ല. കാര്യം എന്താണ്? പ്രവർത്തിക്കുന്നതെല്ലാം പരിശുദ്ധാത്മാവ് അമ്മയുടെ മധ്യസ്ഥമാണ്. അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയാണ് പ്രവർത്തിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ നെഞ്ചിൽ കൈവെക്കുക. ശ്വാസകോശ രോഗികളെ ശ്വാസകോശത്തിൽ കൈവെക്കുക, ഉദര രോഗികൾ ഉദരത്തിൽ കൈവെക്കുക, നടുവേദനയുള്ളവരും കിഡ്നി വേദനയുള്ളവരും പുറകിൽ കൈവെക്കുക. ഇതൊക്കെ ഇങ്ങനെ കൈവെക്കുക എന്ന് പറയുന്നത് എന്നോട് അമ്മ പറഞ്ഞു തന്നതാണ്. എബ്രാഹത്തിനൊക്കെ വെച്ചപ്പോൾ എബ്രാഹാം ഭൃത്യനെ കൊണ്ട് കൈവെപ്പിച്ചിട്ടാണ്. അത് ഉടമ്പടിയുടെ തന്നെ വേറൊരു അനുഷ്ഠാന രൂപമാണ് കയ്യൊപ്പ് പ്രാർത്ഥന. അത് തലയിൽ മാത്രമല്ല, ശരീരത്തിൻ്റെ ഏത് വശങ്ങളിലും നിങ്ങൾ വിഷമം അനുഭവിക്കുന്ന മേഖലയിലെല്ലാം നിങ്ങൾക്ക് കൈവെക്കാം. അത് എന്ത് മേഖലയായാലും, പാസ്പോർട്ടായാലും വിസ ആയാലും കൃപാസനം അറിയാമല്ലോ, എല്ലാം ദൈവത്തിന് സമർപ്പിച്ചാണ് തരുന്നത്. എല്ലാം വെഞ്ചരിക്കും. എന്തെങ്കിലും നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് കർത്താവ് പരിശുദ്ധയുടെ മധ്യസ്ഥത്തിൽ ഈശോ കേൾപ്പിച്ചിട്ടാണ് തിരിച്ചു തന്നെ, കൃപാസനം പത്രം പ്രത്യേകിച്ച്. അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ പ്രാർത്ഥിച്ച് നിങ്ങളുടെ ശാരീരിക മേഖലകളെല്ലാം, വേദനിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഇപ്പോൾ കൈവെക്കുക. പരിശുദ്ധമ്മ നമുക്ക് വേണ്ടി ജീവനോടെ ജ്വലിച്ചു എന്നുകൊണ്ട് ഇപ്പോൾ മധ്യസ്ഥം വഹിക്കുക. ഈശോ കതിരവനെ പോലെ 10,000 കതിര് ചിന്തി നമ്മളെ അനുഗ്രഹിക്കുന്ന വലിയ അഭിഷേക സമയമാണ്. കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞാൻ മോശയെപ്പോലെ കൈ ഉയർത്തുന്നു. കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞാൻ ജോഷുവയെപ്പോലെ കൈ ഉയർത്തുന്നു. കർത്താവേ, നിൻ്റെ നാമത്തിൽ അപ്പോസ്തലന്മാരെപ്പോലെ കൈ ഉയർത്തുന്നു. കർത്താവെ, അനേകം മക്കൾ നിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നു. കർത്താവെ, അനേകം മക്കൾ ഇപ്പോഴും നിൻ്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവരുടെ ശരീരത്തിൻ്റെ വ്യത്യസ്തമായ ഇടങ്ങളിൽ കൈവച്ചിരിക്കുന്നു. കർത്താവെ, കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് ഇപ്പോഴേ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് ഇപ്പോൾ ഷുഗർ രോഗികളുണ്ട്. കർത്താവ് പ്രാർത്ഥിക്കുന്നവരെ, മൂത്രം പോകാത്തവരുണ്ട്. കർത്താവ്, മൂത്രം കട്ടിയായി പോകുന്നവരും മൂത്രം മഞ്ഞയായി പോകുന്നവരുണ്ട്. ഈശോയെ, അവരെല്ലാം സ്പർശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കർത്താവെ, മുടി കൊഴിയുന്നവരെ, ശരീരത്തിലേക്ക് കർത്താവ് വ്യത്യസ്തമായ പാടുകൾ വരുന്നവരെ, കുരുക്കൾ വരുന്നവരെ, കഴിക്കുന്ന മരുന്നിൻ്റെ റിയാക്ഷൻസ് ഉണ്ടാകുന്നവർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോയെ, ചെറിയ ഗർഭപാത്രമുള്ളവർ, കുഞ്ഞു ഗർഭപാത്രമുള്ളവരെ, അത് കാരണം മക്കൾ ഉണ്ടാവാത്തവർ അടിവരെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോയെ, ബലൂണിനെ പോലെ അത് വീർപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അതിലേക്ക് കുഞ്ഞുങ്ങളെ അങ്ങ് നിക്ഷേപിച്ചു കൊടുക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യേശു ക്രിസ്തുവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വത്രം ചെയ്യുന്ന കർത്താവെ, ഈശോയെ അങ്ങനെ തിരുസന്നിധി കർത്താവെ, ഈശോയെ, പ്രണയബദ്ധരായി പോയ മനുഷ്യരുണ്ട്. ഈശോയെ, ദൈവത്തിൽ നിരക്കാത്ത ബന്ധം ഭാവിയിൽ അത് വിശ്വാസ തകർച്ചയ്ക്ക് കാരണമാകുമെങ്കിൽ യേശുവിൻ്റെ നാമത്തെ ബന്ധിക്കപ്പെടട്ടെ. കർത്താവെ, യേശുവിൻ്റെ കർത്താവെ, ഈ ജീവിതം കൊണ്ട് കർത്താവെ, ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല കർത്താവെ ഞങ്ങൾ അങ്ങനെ ആശ്രയിച്ചിരിക്കുന്നത്, നിത്യത വരെ അങ്ങയുടെ കൂടെ സഞ്ചരിക്കാൻ, അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ. കർത്താവെ, ലോകത്തിലെ പാപത്തിൽ നിന്നും കർത്താവെ, മറ്റു പലതരത്തിലുള്ള ബന്ധനങ്ങളിൽ നിന്ന് കർത്താവ് അകപ്പെട്ടു പോയവര്, കുരുക്ക് അകപ്പെട്ടിരുന്നതിന് യേശു ഉന്നതമായ നാമത്തിൽ കുരുക്കുകൾ വെട്ടിമുറിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, മദ്യപാനാസക്തികൾ, ലഹരി
ലഹരിയുടെ ആസക്തികൾ, ജീവിതത്തിൻ്റെ മറ്റു തരത്തിലുള്ള ആസക്തികളിൽ നിന്ന് കർത്താവെ അങ്ങയുടെ വിശുദ്ധമായ രക്തം തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന തുറക്കപ്പെടേണ്ട പറഞ്ഞ കർത്താവെ, ചേട്ടൻ്റെ ചെവി തുറന്ന പോലെ കർത്താവ് ശരീരത്തിൻ്റെ ഓരോ കുരുക്കുകൾ, കെട്ടുകൾ, യേശുക്രിസ്തു ഉന്നതമായ എത്ര മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, ക്യാൻസർ രോഗങ്ങൾ കർത്താവ്, ഇന്ന് ക്യാൻസർ 4ാം സ്റ്റേജ് കർത്താവെ, യേശുക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തെ പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യപ്പെട്ടൊരു കർത്താവെ, അവർ വിശ്വാസം സ്വീകരിച്ചത് കർത്താവെ ഞങ്ങൾ സാക്ഷ്യം കർത്താവെ. അതുപോലെ അനേകം മക്കൾ കർത്താവ് തീ പാർന്ന പോലെ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തം കർത്താവെ അവരിലേക്ക് തളിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അഗ്നി കർത്താവെ, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി കർത്താവെ മക്കളിലേക്ക് കർത്താവെ അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അസ്ഥികളിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ, പേശികളുണ്ടാകുന്ന രോഗങ്ങൾ കർത്താവ്, പേശികളുണ്ടാകുന്ന രോഗങ്ങൾ കർത്താവ്, കോവിഡിൽ ബാധിച്ച് കിടക്കുന്നവരെ, ഒമിക്രോൺ ബാധിച്ച് കിടക്കുന്നവരെ കർത്താവ്, വ്യത്യസ്തമായ രോഗങ്ങൾ കർത്താവെ, ശാരീരിക പീഡ അനുഭവിക്കുന്നവരെ, ക്യാൻസർ രോഗികൾ, പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ, വിട്ടുമാറാ തലവേദന ഉള്ളവരെ, തൊണ്ടയിൽ വേദന ഉള്ളവരെ, തൊണ്ടയ്ക്ക് അസുഖമുള്ളവർ കർത്താവെ, കർത്താവ് ശരീരത്തിൻ്റെ ഓരോ വിഷയങ്ങൾ കർത്താവെ വേദനപ്പെടുന്ന, ജോലിക്ക് പോകാൻ പറ്റാത്തവർ, ജോലി ചെയ്യാൻ പറ്റാത്തവർ യേശുക്രിസ്തുവിൻ്റെതായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാള ദൈവശക്തിയാൽ അവരുടെ വിഷമതകൾ യേശുനാമത്തിൽ മാറിപ്പോയിട്ട് പ്രാർത്ഥിക്കുന്നു. ശ്രുതികട്ടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ കർത്താവായ യേശുമിശിഹായേ, നിരുന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്ത് കർത്താവേ, അങ്ങേ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നവരെ കർത്താവ്, പ്രാഥമികമായി അങ്ങേ അറിഞ്ഞതിന് ശേഷം കർത്താവെ അങ്ങനെ വളരെ ആഗ്രഹിക്കുന്നവർക്കെല്ലാം കർത്താവെ അങ്ങ് വചനം കർത്താവെ എഴുന്നള്ളിച്ച് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർക്ക് വചനം കൊടുക്കണമേ കർത്താവെ. ഈശോയെ പ്രിലിമിനറി വിശ്വാസത്തിലിരിക്കുന്നവരെല്ലാം നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിച്ചേ കർത്താവ്. അവരെ അനുഗ്രഹിക്കണം കർത്താവെ. സ്രാവരോഗികളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രക്തസാര രോഗികൾ, മൂത്രം വിട്ടുവിട്ട് പോകുന്നത്, മൊത്തം നിയന്ത്രണമില്ലാതെ പോകുന്നത്, മലം നിയന്ത്രണമില്ലാതെ പോകുന്നവരെ കർത്താവെ, പല സ്ഥലങ്ങളിൽ നിന്നും പഴുപ്പുകളും കർത്താവ്, ചെവികളിൽ നിന്ന് പഴുപ്പ് പോകുന്നവരെ, തൊണ്ടവേദന രോഗമുള്ളവരെ കർത്താവ്, ശരീരത്തിൽ മുഴയുള്ളവരെ എല്ലാവരും നീ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഈശോ ജോലി ഇല്ലാത്തവർ, ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്നവർ, ജോലിക്ക് വേണ്ടി പോകുന്നവർ, ജോലി കർത്താവ്, ജോലി സംബന്ധമായ വിഷയങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നവരെ, ഇന്റർവ്യൂ എഴുതുന്നവർ, നൈപുണ്യ പരീക്ഷകൾ, മത്സര പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകളെല്ലാം എഴുതുന്നവരെ കർത്താവ് അങ്ങ് സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നത്. ഇതിനെല്ലാം വേണ്ടി ഉടമ്പടി എടുത്തവരെ, ഉടമ്പടി എടുക്കാൻ പോകുന്നവർ കർത്താവ് അവരെല്ലാം സാക്ഷികളാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കർത്താവ്, സാമ്പത്തികമായ തകർച്ചകൾ, വരുമാന മാർഗമില്ലാത്തവർ കർത്താവ്, വഴിയില്ലാത്തവർ, വീടില്ലാത്തവർ കർത്താവ്, നടന്ന വഴികളിൽ എപ്പോഴും കലഹങ്ങളും സംഘർഷങ്ങളും സംഘട്ടനങ്ങളും ഉണ്ടായിട്ട് കർത്താവ്, കേസ് അകപ്പെട്ടിരിക്കുന്നവർ എല്ലാവരെയും വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിത പങ്കാളി കർത്താവ്, കുടുംബത്തിലുള്ളവർ, വരുമാന മാർഗമുള്ളവർ കർത്താവ്, അകപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥകളിൽ കർത്താവ്, കടമെടുത്ത് കഴിയുന്ന കുടുംബങ്ങളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. മക്കളെ കർത്താവ്, മക്കൾ ദൈവവിശ്വാസം കുറഞ്ഞു പോയവരെ, ദൈവവിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ കർത്താവ് അവരെ ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു. വിവാഹ തടസ്സങ്ങളെ കർത്താവ് അവരെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചിൻ്റെ അടയാളത്തിൽ മാർഗ ജീവിത ദുരിതങ്ങൾ, തടസ്സങ്ങൾ യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ ഹരേ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. യേശുവേ യേശുവേ മഹത്വം. ഹല്ലേലൂയ